ഹായ് കൂട്ടുകാരെ, ഞങ്ങളിന്ന് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് രാവിലെ തൊഴാൻ പോയിരുന്നു. തിരികെ വരുന്ന വഴിക്ക് അടുത്തുള്ള പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്കിൽ ഒന്ന് കയറി. അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തുടങ്ങാം. ആന്തൂർ നഗരസഭയിൽ പറശ്ശിനിക്കടവ് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കുഞ്ഞ് സ്നേക്ക് പാർക്ക്. കുഞ്ഞെന്നല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്നേക്ക് പാർക്കാണ് കേട്ടോ. കണ്ണൂരിൽ നിന്നും ഏകദേശം ഒരു 16 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ ഈ സ്നേക്ക് പാർക്കിലേക്ക് കേട്ടോ. അപ്പോൾ വരാനായിട്ട് നമ്മൾ എൻട്രൻസിൽ നിന്ന് പാസ് എടുത്തു നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഉള്ളിൽ പ്രവേശിച്ച് കഴിഞ്ഞപ്പം ഒരു ആരോ മാർക്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊട്ട് പോകാനുള്ളതും കാണാനുള്ളതും കാഴ്ചകളെല്ലാം. പിന്നെ ഉള്ളിലേക്ക് അതിലേക്ക് വരുന്നേക്കും നമ്മുടെ അക്വേറിയം സെക്ഷനാണ് ആദ്യം കാണുന്നത്. മീനുകൾ പല 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 വർണ്ണത്തിലുള്ള മീനുകൾ എല്ലാം അക്വേറിയത്തിൽ നിറച്ച് വെച്ചേക്കുന്നു. അത് കാണാൻ തന്നെ വളരെ ഭംഗിയായിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. പല ഷാർക്കുകൾ, അരോമി, അങ്ങനെയുള്ള കുറേ മീനുകൾ. നല്ല രസമുണ്ട് അതിങ്ങനെ വെള്ളത്തിലൂടി ഒഴുകി ഇങ്ങനെ നടക്കുന്നത്. അപ്പം ആ മീനെയൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സിനൊരു കുളിർമ, വളരെ ഭംഗിയുണ്ട് ആ കാഴ്ചകളൊക്കെ കാണാനായിട്ട്. അങ്ങനെ ഒരുപാട് മീനുകൾ ആ അക്വേറിയത്തിൽ ഇങ്ങനെ ഓളം തള്ളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നതൊക്കെ കാണാൻ നല്ല രസമുള്ളൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. പല വർണ്ണങ്ങളുള്ള മീനുകൾ. അവിടുത്തെ ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ എന്തൊരു രസമാണ്. ആ മീനുകൾ അതിലെല്ലാം ഓടി നടക്കുന്നു. പിന്നെ ഷാർക്കുകൾ, വൈറ്റ് ഷാർക്ക്, അങ്ങനെയെല്ലാം ഉണ്ട്. കുറേ വർണ്ണ ശബളമായ മീനുകളെല്ലാം ഉണ്ട്. പിന്നെ കുറേ എണ്ണത്തിൻ്റെയൊക്കെ എന്തൊക്കെയോ പേരുകളെല്ലാം എഴുതിയിട്ടിട്ടുണ്ട്. ഒന്നും ഞാൻ നോക്കുന്നില്ല. എല്ലാം കാണാൻ ഒരു ഭംഗിയുള്ള കുറേ മീനുകളെല്ലാം ഇതുണ്ട്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരൊക്കെ ആണെങ്കിൽ പറയുന്നത് തന്നെ ഇതേ കിടക്കുന്നത് ആറ്റുമീൻ, തോട്ടുമീൻ എന്നെല്ലാം പറയുമല്ലോ. അതൊക്കെ ഒരു രസം, കുഴപ്പമില്ല. എല്ലാം നമുക്ക് കാണാൻ ഭംഗിയുള്ളതും കുറേ മീനുകളുണ്ട്. എന്തായാലും ആട്ടെ, ഇത് കണ്ടോ. അങ്ങനെ മീനിൻ്റെ സെക്ഷനെല്ലാം കഴിഞ്ഞു. നമ്മൾ വെളിയിലോട്ടിറങ്ങി. അപ്പോൾ അവിടെ ഒരു തടിയിൽ കുറേ മൃഗങ്ങളുടെയൊക്കെ പേരെഴുതിക്കുന്നു. മരപ്പെട്ടി, കാട്ടുപൂച്ച, ഇഗ്വാന, അങ്ങനെ കുറേ പേരെല്ലാം എഴുതി വെച്ചു. അപ്പം ഞങ്ങൾ മുമ്പോട്ട് നടക്കാൻ തീരുമാനിച്ചു. അപ്പം ഞാനും ഫാമിലിയും ഞങ്ങൾ മുമ്പോട്ട് നടന്ന് അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഒന്ന് കാണാമല്ലോ. അവിടെ ചെന്ന് നോക്കിയപ്പോഴിതാ കിടക്കുന്നല്ലേ ഈ ഇഗ്വാന. അതാ ഞാൻ പറയുമ്പം ഒരു പച്ച ഓന്തെന്ന് പറയും ഇഗ്വാന. അതാ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ കാട്ടുപൂച്ച. അവനെന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മീനോ എന്തോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ഗുഹ പോലെ എന്തോ ഒരു ഹൗസ്, അതായത് സ്നേക്ക് ഹൗസ് ഹോം എന്നൊക്കെയാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അപ്പം അതിൻ്റെ മുമ്പിൽ വന്ന് നിന്നു ഞങ്ങൾ ഫാമിലി, വൈഫുണ്ട്, ഇത് എല്ലാവരും. അപ്പം അതിനകത്തോട്ട് ഞങ്ങൾ കയറി കഴിഞ്ഞപ്പോൾ എന്നാ മൊത്തത്തിലൊരു ഇരുട്ട്, ഒരു റെഡ് ഇത് എല്ലാം ആയിട്ട് ജസ്റ്റ് നോക്കി, കുഴപ്പമില്ല. എന്തോ ഒരു മുള്ളംപന്നിയുടെ എന്തോ ഒരു സെറ്റപ്പ് ആക്കി വെച്ചേക്കുവാന്ന് തോന്നുന്നു. കുഴപ്പമില്ല, അടിപൊളിയായിട്ട് അവിടെയെല്ലാം നോക്കി. അപ്പം ഇതിൻ്റെ എന്തോ വർക്കുകളും കാര്യങ്ങളും എല്ലാം നടന്നുകൊണ്ടിരിക്കുവാണെന്നാണ് തോന്നുന്നത്. അപ്പം കുറച്ച് വീഡിയോ വരാമെന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞങ്ങൾ ആ ഗുഹയ്ക്കകത്തുനിന്ന് വെളിയിലിറങ്ങി നടക്കുന്നു നമ്മുടെ മുള്ളംപന്നി. കണ്ടോ, നാട്ടുപ്രദേശത്തെല്ലാം ഉള്ളൊരു സാധനമാണേ നമ്മുടെ മുള്ളംപന്നി. എൻ്റെ ഇവിടെ ഈ നാട്ടിലൊക്കെ ഉണ്ട് മുള്ളംപന്നി. അടുത്ത ഉടുമ്പ്, പൊന്നുടുമ്പെന്ന് പറയും. ഉടുമ്പ് നല്ല അടിപൊളി ഒരു ഉടുമ്പ് കണ്ടോ. അവൻ്റെ ആ എല്ലാം കണ്ടില്ലേ. പിന്നെയുള്ളത് മരപ്പെട്ടി. അടുത്തത് ആമയാണ്. ഇത് നക്ഷത്രയാമ, കരയാമ, സ്വർണ്ണാമ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആമകളിൽ വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ആമകൾ ഇതിനകത്തുണ്ട്.
പിന്നെ അങ്ങോട്ട് വന്നപ്പോൾ വേണ്ടേ നമ്മുടെ നക്ഷത്ര വൃക്ഷങ്ങൾ, ഓരോ നക്ഷത്രക്കാർക്കും ഓരോ വൃക്ഷങ്ങളാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവിടെ നിങ്ങൾ വന്നു നമ്മുടെ യമു, അതായത് ഒട്ടകപ്പക്ഷി, യമു പക്ഷി എന്നൊക്കെ പറയും നമ്മൾ. വലിയ മുട്ടയിടുന്ന വലിയ ഒരു പക്ഷികളിൽ ഏറ്റവും വലിയ രാജാവ് എന്ന് പറയുന്നതാണ്. എല്ലാവരും പറയുന്നു നല്ല വലിപ്പമുള്ള ഒരെണ്ണം, കുഴപ്പമില്ലാതെ അവനിങ്ങനെ ഭക്ഷണമൊക്കെ തന്നിങ്ങനെ നിൽക്കുക. കാരണം നല്ല നല്ല വെയിറ്റുള്ള ഇതാണ്. 40 കിലോ വരെ ഭാരം ഉണ്ടാകുന്നൊരു പക്ഷി ഇനത്തിൽപ്പെട്ടതാണ്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ മെല്ലെ ഇങ്ങോട്ട് നടന്നു വന്നു. പിന്നെ ഇപ്പോൾ അടുത്ത നമ്മുടെ പാമ്പുകളുടെ, അതായത് സ്നേക്കുകളുടെ ഇതിലേക്ക് വന്നു. ദേ കിടക്കുന്നു മലമ്പാമ്പ്. മലമ്പാമ്പുകളുടെ ഒരു കൂമ്പാരമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ പാമ്പുകളെക്കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം അവിടെ ഒരു ബോർഡിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങോട്ട് ചെന്നു. ഒരു മലമ്പാമ്പ് കിടക്കുന്നു. ഒരു സൈഡിലിങ്ങനെ മൂലയിലിങ്ങനെ പറ്റി പിടിച്ച് കിടക്കുന്നതാണേ, കാണാം. അതാ കിടക്കുന്നു. അതിനൊരു 10-30 കിലോ വരുന്നൊരു മലമ്പാമ്പാണ്. ആ തടിയേൽ ചുറ്റി പിണഞ്ഞ് കിടക്കുന്നു, നിലത്ത് കിടക്കുന്നു. കണ്ടില്ലേ? ആഡംബരമായ ഒരു രാജകീയമായ സുഖത്തിൽ കിടക്കുക മലമ്പാമ്പുകൾ. കേട്ടോ, ഇത് പിന്നെ നമ്മുടെ നാട്ടും പ്രദേശത്തും നമ്മുടെ വീടുകളിലും എല്ലാം കയറി വരുന്നിരിക്കുന്ന ചേര, വെറും ചേര. കേട്ടോ, ഇത് നമ്മുടെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇത് നമ്മുടെ ഓന്ത്. ഓന്തെന്ന് പറഞ്ഞാൽ നിറം മാറുന്ന ഒരു അപൂർവ ഇനത്തിൽപ്പെട്ട ഒരു ഓന്താണ്. അടുത്ത നമ്മുടെ വൈഫ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുന്നതാണേ പരുന്താണ്. കേട്ടോ, ശ്രീകൃഷ്ണപ്പരുന്ത്, ചക്കിപ്പരുന്ത് എന്നൊക്കെ പറയുന്ന പരുന്ത്. അതാ അവിടുത്തെ ആ മരത്തിൽ അവിടെ ഇവിടെ എല്ലായിട്ടും ഓരോ പരുന്തുകൾ ഇരിപ്പുണ്ട്. പിന്നെ ആ പരുന്തിൻ്റെ എല്ലാം കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പുറത്തോട്ട് നടക്കുക. പുറത്തോട്ട് നടന്നു കഴിഞ്ഞപ്പം അതിനകത്ത് അടുത്തിരിക്കുന്ന മൂങ്ങ സെക്ഷനും മൂങ്ങായ് അങ്ങനെയുള്ള ഇതാണ്. നമുക്കത് കാണാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ നിന്ന് സൂം ചെയ്ത് എടുത്തിട്ടില്ല. ഇച്ചിരി ഒരു ഇത് വന്നുകൊണ്ട് ഇതാണേ. ഇനിയും അവിടെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. അപ്പം ഞങ്ങൾ മുമ്പോട്ട് നടന്ന് അവിടുത്തെ ആ ഒരു ഏതാ പറയുന്നത് സ്നേക്കിൻ്റെ ആ പാർക്കിലേക്ക് ചെല്ലുവാണേ, പാമ്പിൻ്റെ. അവിടെ അല്ലേ കിടക്കുന്നു. ഇതാണ് നമ്മുടെ സാക്ഷാൽ മലമ്പാമ്പ്. കാടുകളിൽ മാത്രം കണ്ടുവരുന്ന, അതായത് കൊടും കാടുകളിൽ മാത്രം കണ്ടുവരുന്നൊരു ഇനത്തിൽപ്പെട്ടതാണ് ഈ പാമ്പ് എന്ന് പറയുന്നത്. കേട്ടോ, പെരുമ്പാമ്പ് എന്നാണ് ഇത് പറയുന്നത്. ഇത് ശരിക്കും മലമ്പാമ്പെന്നാണ് പറയുന്നത്. മലമ്പാമ്പ്, പെരുമ്പാമ്പ് തന്നെ ആ ഒരു മനുഷ്യനെ വിഴുങ്ങാൻ വരെയുള്ള ഇതുള്ള ഒരു പാമ്പാണ്. അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അവൻ്റെ ആ ഇഴഞ്ഞു പോക്കും ഇതുമെല്ലാം കാണുമ്പം. ഇതാ നമ്മുടെ മൂർഖനായി കിടക്കുന്നത്. മൂർഖൻ, ഉഗ്രവിഷമുള്ള മൂർഖൻ. അതൊക്കെ പത്തി വിടർത്തി നിന്നാൽ ഇതൊക്കെ കേട്ടിട്ടില്ലേ? അടിപൊളി മൂർഖൻ പാമ്പാണേ. അവൻ്റെ വിഷം നല്ല വിഷമുള്ള ഇതാണ്. ഇത് മഞ്ഞ തവിട്ടിൽ വരുന്നത് പെണ്ണും നല്ല ബ്ലാക്ക് വരുന്നത് ആണുമാണ്. ആണും പെണ്ണുമാണ് അതിനകത്ത് കിടക്കുന്നത്. കേട്ടോ, എലികൾ, തവളകൾ, ചെറുപക്ഷികൾ എന്നിവയാണ് ഇതിൻ്റെ ആഹാരങ്ങൾ. പിന്നെ അങ്ങനെയൊന്നും പെട്ടെന്ന് മനുഷ്യന് ഉപദ്രവിക്കില്ലാത്തൊരു സാധനമാണ് ഇത്. പിന്നെ നമ്മുടെ നാട്ടുപ്രദേശത്തുള്ള ചേരപ്പാമ്പെന്ന് പറയും. കേട്ടിട്ടില്ലേ? മഞ്ഞച്ചേര മലന്ന് കടിച്ചാൽ മറുനാട്ടിലും മരുന്നില്ല എന്നുള്ള. അങ്ങനെ ചേര കടിച്ച ഒരു ഇതില്ല. ഇത് നമ്മുടെ മറ്റൊരു ഇതാണ്. ഇനി മെയിനായിട്ട് കിടക്കുമ്പോൾ സാധനമാണ് മുതല, ചിങ്കണ്ണി മുതല. ഉണ്ടോ കിടക്കുന്നുണ്ടോ? അവന് നല്ല ഭക്ഷണമെല്ലാം കഴിച്ച് വെയിലത്ത് നല്ല വെയിലൊക്കെ കൊണ്ട് കിടക്കുക.
നല്ല ഇതായിട്ട് പിന്നെ കാണാനൊക്കെ ഒരു ഇതുണ്ട്, വെറും സൗമ്യമായിട്ട് കിടന്ന് ഉറങ്ങുന്ന ഇത്. പിന്നെ ഞങ്ങൾ കണ്ടു. പിന്നെ ചെറിയ ചെറിയ നമ്മുടെ മണ്ണൂന്നി പാമ്പ്, അതായത് ഈ മണൽ പ്രദേശങ്ങളിൽ മാത്രം കണ്ടുവരുന്നൊരു പാമ്പാണ്. മണലിനകത്ത് ശത്രുക്കളുടെ ഇത് വന്നു കഴിഞ്ഞാൽ മണലിനകത്ത് താഴും. പിന്നെ ഇരുതലമൂരി, 2 വാലും തലയും ഒരുപോലെ തലയുള്ള ഇരുതലമൂരി ആണ് അടുത്തത്. പിന്നെ അവിടെ നിന്ന് കുറച്ചെല്ലാം കണ്ടു. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇതിലേക്ക് പോകുന്നത്. ഇത് മൂർഖൻ്റെ ഒരു കൂമ്പാരം തന്നെയാണ് ഇവിടെ കാണുന്നത്. മൂർഖൻ പാമ്പിൻ്റെ ഒരു കൂമ്പാരം തന്നെ. മൂർഖൻ, സർപ്പം ഒക്കെ നമ്മൾ പറയല്ലേ, അതാണ് അതിൻ്റെ ഒരു കൂമ്പാരം ആണ് ഇവിടെ കിടക്കുന്നത്. മരെല്ലാം എല്ലാം കണ്ടോ കൂട്ടിയിട്ടിരിക്കുകയാണ്, കൂടിക്കിടക്കുവാണേ മൂർഖൻ. നമ്മുടെ മെയിൻ രാജവെമ്പാല, അത് രാജാവ് ആൻഡ് റാണി, രാജാവ് റാണി എന്നവിടെ എഴുതി വെച്ചേക്കുന്നത്. ഈ പാമ്പുകളുടെ ഏറ്റവും ഉഗ്ര വിഷങ്ങളിൽ ഏറ്റവും വിഷമുള്ള ഏറ്റവും വലിയ അപകടകാരിയായ ഒരു പാമ്പാണ് ഈ രാജവെമ്പാല എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഇതിനെ പൊതുവേ കുറവാണ്, എന്നാലും ഉഗ്രവിഷമുള്ള പാമ്പുകളിൽ ഒന്നാണ്. കിങ് കോബ്ര എന്നും ഇതെല്ലാം ഇംഗ്ലീഷിൽ പറയുന്നു, രാജവെമ്പാല. പിന്നെ അത്രയേ ഉള്ളൂ. കാലം കുറച്ച് പാമ്പുകൾ മാത്രമേ നമുക്കവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ജസ്റ്റ് അവിടെ എല്ലാം കയറി നടന്നു, എല്ലാം കണ്ടിട്ടും ജസ്റ്റ് കുഴപ്പമില്ലാത്ത ഒരു ഇത്. പിന്നെ കുറച്ച് കല്ലുകളിൽ പണിത കുറേ പ്രതിമകൾ, അത് ജസ്റ്റ് കളറെല്ലാം അടിച്ച് എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി, ഞങ്ങൾ ഫാമിലിയെല്ലാം കയറി. അധികം എല്ലാ കാഴ്ചകൾ കുഴപ്പമില്ല എന്ന് പറയാം. കാരണം അവിടുത്തെ ആ ഒരു സ്നേക്കാണ് അവിടുത്തെ മെയിനായിട്ടുള്ള കാഴ്ച നമുക്ക് കാണാനുള്ളത്. ആ കാഴ്ച കാണണം, അത് വന്ന് കണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാലേ അതിൻ്റേതായ ഒരു തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരുന്നതും വീഡിയോയിൽ ഞാൻ ഈ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളും പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനകത്ത് ഉൾപ്പെടുത്താനും കേട്ടോ. എല്ലാം എനിക്ക് പറയാൻ പറ്റത്തില്ലാത്തത് കൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നിങ്ങൾ വന്ന് കണ്ട് എന്താ പറയുക. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കുകൾ, പിന്നെ അവിടെ ഐസ്ക്രീം ബാറുകൾ, മിഠായി കടകൾ എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ കുറേ അക്വേറിയമായിരുന്നേ. അവിടെ ഒരു കരിമ്പുലി ഒന്ന് വെള്ളം പൊടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനകത്ത് വേറെ ഒന്നുമില്ല. പിന്നെ കടകളിലുണ്ടായിരുന്നു. ഇന്ന് വലിയ ആളും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷോപ്പുകളെല്ലാം അവധിയായിരുന്നു. പിന്നെ അതാണ് നമ്മുടെ പാർക്കുകളെ. പിന്നെ കുരങ്ങനെയെല്ലാം നമ്മളിങ്ങനെ പണിത് വെച്ചേക്കുന്നു. പിന്നെ ഉണ്ണിക്കുട്ടൻ അതവിടെ നിന്ന് കളിക്കാനായിട്ട് അവിടെയെല്ലാം പോവും. അപ്പം മഴ പെയ്ത് അവിടെ എല്ലാം ചെളിയായി നിൽക്കുന്നതുകൊണ്ടേ കുഞ്ഞിനവിടെ ഒന്ന് കയറാൻ മേലാത്ത ഒരു ഇത് വന്നു. അപ്പം ഉണ്ണിക്കുട്ടൻ ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിപ്പോന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ അതിനകത്ത് തന്നെ മിഠായിക്കട എന്ന് പറയുന്നൊരു കടയുണ്ടായിരുന്നു, ഒരു കുഞ്ഞൊരു പെട്ടിക്കട. അപ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള നമ്മുടെ പഴയ കാലത്തെ 85-90 കാലഘട്ടത്തിലെ മിഠായികൾ കാര്യങ്ങൾ എല്ലാം അവിടെ നിരത്തി വെച്ചേക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനുള്ള പിന്നെ ഉപ്പിലിട്ട മാങ്ങായ, നെല്ലിക്കായ, പൈനാപ്പിൾ, ക്യാരറ്റ് അങ്ങനെയുള്ള കുറേ സാധനങ്ങളും എല്ലാം കണ്ടു. അവിടെ ഞങ്ങൾ തിരിച്ചിറങ്ങി ഇങ്ങനെ വന്നു. ഇതിൽ കുറേ പൂന്തോട്ടങ്ങളായിരുന്നു. പൂവൊന്നും ഈ മൺസൂൺ, അതായത് ഈ മാസത്തിലെ പൂക്കളൊന്നും വിരിയുന്നൊരു സമയമല്ലല്ലോ. അതുകൊണ്ട് ഒരു ചെടിയിലും പൂക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ പൂക്കളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക്. അതെല്ലാം കണ്ടു. പിന്നെ കുറേ ചെടി അവിടെ ഇവിടെ എല്ലാം കുറേ ചെടിയെല്ലാം നിൽക്കുന്നത് കണ്ടിട്ട് ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു വിഷമമായി പോയായിരുന്നു. അപ്പം അതൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. പിന്നെ ഒരു തകരമരം, ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ അവിടെ നിന്നൊരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞായിരുന്നു, തകരമരത്തെക്കുറിച്ചുള്ള ഇത്. അപ്പം ഇതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ അതിൻ്റെ കാര്യങ്ങളും
വിവരണങ്ങളും എല്ലാം പറയാം. പിന്നെ അവിടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു. പിന്നെ ഇപ്പുറത്തോട്ട് വന്നു. ഇതല്ലാതെ പൂന്തോട്ടം എന്നാന്ന് പറയുന്നു. പൂക്കളെയൊന്നും ഞങ്ങൾ കണ്ടില്ല, ഒന്നുമില്ലായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ രാജപുളി എന്ന് പറയും. രാജപുളി എന്താണോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഇടുക. ഇതാണ് സ്നേക്ക് പാർക്കിൻ്റെ ഒരു ഏകദേശ രൂപം. പിന്നെ കാണേണ്ടവർ പോയി കാണുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു വാച്ചിങ് വീഡിയോ.